ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്. ഇന്നോളമുള്ള നിങ്ങളുടെ സങ്കടങ്ങളെ എടുത്തു മാറ്റുവാൻ ശക്തിയുള്ള, നിങ്ങളുടെ യാചനകൾക്ക് ഉടനടി ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പ്രാർത്ഥനയാണ് ദിക്കിൻ്റെ കെട്ടഴിക്കുന്ന പ്രാർത്ഥന. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ഇതേക്കുറിച്ചുള്ളൊരു ടോക്ക് ഞാൻ കേട്ടതാണ്, പക്ഷേ മറന്നുപോയിരുന്നു. എന്നാൽ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ പ്രാർത്ഥന വീണ്ടും എൻ്റെ ഓർമ്മയിൽ വന്നത്. ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നല്ല ഡെലിവറൻസ് കർത്താവ് നമുക്ക് നൽകും. 4 ദിക്കുകളുടെയും ബന്ധനങ്ങൾ അഴിക്കുന്ന അതിശക്തമായൊരു പ്രാർത്ഥന. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ പവർ എത്രത്തോളമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ദൈവമക്കളെ തടയുന്ന തിന്മയുടെ അരൂപികളെ ഓടിക്കുന്ന പ്രാർത്ഥനയാണിത്. സഭ പഠിപ്പിച്ചൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലിയതുവഴി ഒരു കുടുംബത്തിന് ലഭിച്ച വിടുതലിനെ കുറിച്ച് അച്ഛൻ ആ ടോക്കിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: കുമരകത്ത് വെച്ച് അച്ഛൻ്റെ ഒരു ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തിൽ ദിക്കിൻ്റെ കെട്ടഴിക്കുന്ന ഈ പ്രാർത്ഥന അച്ഛൻ എല്ലാവരെയും കൊണ്ട് 4 ദിക്കുകളിലേക്കും തിരിച്ചു നിർത്തി ചൊല്ലിപ്പിച്ചു. അതോടൊപ്പം ദിവ്യകാരുണ്യ ആശീർവാദവും നടത്തി. 2 ദിവസമുള്ള ഈ ധ്യാനത്തിൽ ആദ്യ ദിവസമാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. പിറ്റേ ദിവസം ഒരു കുടുംബം വാവിട്ട് കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, 5 കൊല്ലമായിട്ട് 1.5 കോടി രൂപയുടെ കടം കൊണ്ട് അവർ വേദനിക്കുകയാണ്. അത് വീട്ടിൽ തീർക്കാൻ മുന്നിൽ ഒരു വഴിയുമില്ല. ഈ ദിക്കിൻ്റെ കെട്ടഴിക്കുന്ന പ്രാർത്ഥന അങ്ങ് ചെയ്തു. അവരങ്ങ് പോയി. അന്ന് രാത്രി അവരുടെ ഒരു ബന്ധുവിൻ്റെ കോൾ അവർക്ക് വരികയാണ്. ആ ബന്ധു അങ്ങനെ അവരെ വിളിക്കുകയൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഒത്തിരി നാളായിട്ട് അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. പക്ഷെ അത്ഭുതകരമായിട്ട് അന്ന് രാത്രി അദ്ദേഹം വിളിക്കുന്നു. ആ ബന്ധു വലിയൊരു സമ്പന്നനാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണോ? അപ്പോൾ ആ കുടുംബം പറഞ്ഞു, അതെ. എത്ര രൂപയുടെ ബാധ്യതയുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, 1.5 കോടി രൂപയുടെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ ബന്ധു പറയുകയാണ്, എന്നാ ഞാനത് വീട്ടിൽ അങ്ങ് തീർക്കാം, ഞാനത് വീട്ടിൽ തീർക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 1.5 കോടിയുടെ കടം ഒറ്റ ദിവസം കൊണ്ട് അവിടെ പരിഹരിക്കപ്പെടുകയാണ്. കണ്ടോ? അതാണ് പറയുന്നത്, തിരുസഭയുടെ പല പ്രാർത്ഥനകൾക്കും വലിയ ശക്തിയാണ്, പവറാണുള്ളത്. നമ്മൾ നിസ്സാരമായി കാണുന്ന പല പ്രാർത്ഥനകളും അതിശക്തമാണ് മക്കളെ. നമ്മളിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ആയിരുന്നുകൊണ്ട് 4 ദിക്കുകളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നത് ഒരു പക്ഷേ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നായിരിക്കാം. നിങ്ങളുടെ വീട്, മക്കള്, ജീവിത പങ്കാളി, മാതാപിതാക്കളൊക്കെ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഒത്തിരി അകലെയായിരിക്കാം. സാരമില്ല, ഈശോയ്ക്ക് ദൂരത്തിൻ്റെ മേൽ അധികാരമുണ്ട്. നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ആയിരിക്കുന്നത്, ഏത് ദേശത്താണോ അവിടെ ആയിരുന്നുകൊണ്ട് 4 ദിക്കുകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ശരിക്കുമുള്ള ദൈവാരാധന എവിടെ നടക്കുന്നോ അവിടെ സാത്താൻ്റെ സാമ്രാജ്യം തകർക്കപ്പെടും. ദേശത്തിൻ്റെ അരൂപികൾ ബന്ധിക്കപ്പെടും. ദൈവമക്കളെ തടയുന്ന പൈശാചിക അരൂപിയെ തകർക്കാനായിട്ട് ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. യേശുവിനെ ആരാധിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തുന്ന സമയം തടസ്സങ്ങൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. കുടുംബങ്ങൾ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ ആരാധിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ സാത്താൻ പിന്നെ ആ പരിസരത്ത് പോലും നിൽക്കത്തില്ല, അവൻ ഓടിമറയും. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇതാണ് പ്രാർത്ഥന. ഇത്രയുള്ള ഈ പ്രാർത്ഥന. ഇത് യേശുവിനെ ആരാധിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഇത് പാട്ടിൻ്റെ രൂപത്തിൽ പാടി പ്രാർത്ഥിക്കാനായിട്ട് അറിയാവുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കുക. പിന്നെ പറ്റുന്നവരൊക്കെ
കരങ്ങൾ വിരിച്ചു പിടിച്ച് 4 സൈഡിലേക്കും തിരിഞ്ഞു നിന്ന് വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ. അതാണ് ദിക്കിൻ്റെ കെട്ടഴിക്കുന്ന പ്രാർത്ഥന. ഇതാണ് 4 തവണ, അതായത് ഓരോ ദിക്കിലേക്കും ഓരോ സൈഡിലേക്കും തിരിഞ്ഞു നിന്നുകൊണ്ട് ഓരോ തവണ വെച്ച് നിങ്ങളിത് പ്രാർത്ഥിക്കണം. കരങ്ങൾ വിരിച്ചു പിടിച്ച്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇനി ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു സംഭവം കൂടി പറയാം. നമ്മുടെ ഡാനിയൽ അച്ഛൻ്റെ ഈ പ്രാർത്ഥനാ രീതി കണ്ട് പ്രാർത്ഥിച്ച ഒരു കുട്ടിയുടെ സാക്ഷ്യം ഞാൻ വായിക്കാനിടയായി. അതിങ്ങനെയായിരുന്നു. അവളുടെ പപ്പ നല്ല മദ്യപാനിയാണ്. മദ്യപിച്ചിട്ട് വന്ന് എന്നും വീട്ടിൽ വഴക്കാണ്, സമാധാനമില്ലാത്ത അവസ്ഥ. ഈ കൊച്ച് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞു തന്നു പഠിപ്പിച്ച ദിക്കിൻ്റെ കെട്ടഴിക്കുന്ന ഈ പ്രാർത്ഥന കൂടി ചൊല്ലി ആ മോള് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പതിയെ പതിയെ ഈ കൊച്ചിനൊരു കാര്യം മനസ്സിലായി. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ദിവസങ്ങളിൽ അവളുടെ വീട്ടിൽ വഴക്കില്ല, സമാധാനം. എന്നിട്ട് കൊച്ചു പറയുകയാ, ഇപ്പോൾ അവളുടെ പപ്പ വെള്ളമടിക്കില്ല, പപ്പയും അമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവന്നു. നോക്കിക്കേ ഈ കുഞ്ഞു പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളമെന്ന്. ഇതുപോലെ ഒരുപാട് മക്കൾക്കാണ് ഈ പ്രാർത്ഥനയിലൂടെ അനേകം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഈ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റും. മക്കള് അനുഗ്രഹിക്കപ്പെടുന്നില്ലേ? ഒത്തിരി മാതാപിതാക്കളുടെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. മക്കളെക്കുറിച്ച് ഓർത്ത്, മക്കളുടെ സമാധാനമില്ലാത്ത കുടുംബജീവിതമൊക്കെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ വിഷമിക്കേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഈ പ്രാർത്ഥന ചൊല്ലൂ. കുടുംബ സമാധാനം വേണോ? നമുക്കിനി മുതൽ ഇത് പ്രാർത്ഥിക്കാം. നമുക്കെതിരെ വരുന്ന സാത്താൻ്റെ ശക്തികളെ തകർക്കാൻ ഈ ഒരൊറ്റ പ്രാർത്ഥന മതി. ഇത് ചൊല്ലി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത് കാണുമ്പോൾ പിന്നെ സാത്താൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൻ വാലും ചുരുട്ടി ഓടിക്കോളും. നമുക്ക് ഒന്നുകൂടി ഉച്ചത്തിൽ അച്ഛൻ പറയുന്നത്, നിങ്ങൾക്കിത് എത്രമാത്രം ഉച്ചത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് യേശുവിനെ ആരാധിക്കാൻ പറ്റുമോ അത്രമേൽ ശക്തിയോടെ ഉച്ചത്തിൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലി യേശുവിനെ ആരാധിക്കാനാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ കൃപയൊഴുകി ഇറങ്ങുമെന്ന്. തടസ്സങ്ങൾ അഴിഞ്ഞു മാറും. നമുക്ക് ഈ സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ വിരിച്ചു പിടിച്ച്. ഇത് പ്രാർത്ഥനാ രൂപത്തിലാണ് കേട്ടോ അച്ഛൻ ആ വീഡിയോയിൽ പാട്ടിൻ്റെ രൂപത്തിലാണ് അച്ഛന് ആ വീഡിയോയിൽ ഇത് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അങ്ങനെ പാട്ടിൻ്റെ രൂപത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്കറിയില്ല. നമുക്ക് പാട്ടായിട്ട് പാടി പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാത്തവർ പ്രാർത്ഥനാ രൂപത്തിൽ പ്രാർത്ഥിച്ചാലും മതി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.